ഒടുവിൽ കാത്തിരുന്ന ആ ഒരു വാർത്ത എത്തിയിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് C-17 എന്ന സൈനിക വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിമാനത്തിൻ്റെ കപ്പാസിറ്റി 135 പേരെ വഹിക്കാനുള്ളൊരു കപ്പാസിറ്റിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 135 ഇന്ത്യക്കാരുമായി ഇന്ത്യയിലേക്ക് വിമാനം തിരിച്ചതായിട്ടാണ് വിവരം. അമേരിക്ക ഔദ്യോഗികമായി ഇതിനെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ ഇന്ത്യക്കാരെ അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ പുറത്താക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്ട് 18,000-ന് അടുത്ത് വരുന്ന ഇന്ത്യക്കാരാണ് അനധികൃതമായി അമേരിക്കയിൽ ഉള്ളത്. ഇതിൽ 5,000 പേർ ഡിറ്റൻഷൻ സെൻ്ററിലാണ്, അതായത് തടങ്കൽ പാളയത്തിലാണ്. അനധികൃത കുടിയേറ്റത്തിൻ്റെ ഭാഗമായി ഇവരെ അറസ്റ്റ് ചെയ്ത് തടങ്കൽ പാളയത്തിലാണ്. ടെക്സസിലും കാലിഫോർണിയയിലെ സാഡിഗോയിലും ആയിട്ടാണ് ഈ 5,000-ഓളം പേർ ഇപ്പോൾ തടങ്കൽ പാളയത്തിലുള്ളത്. അതിൽ ഉള്ളവരെയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പുറത്താക്കുന്നത്. ഏതാണ്ട് 12,500-ഓളം പേർ വിചാരണ നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഈ അനധികൃത കുടിയേറ്റത്തിൻ്റെ എമിഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള വിചാരണകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 17,500 പേരെയാകും നാട് കടത്തുക. ഇവരെല്ലാം തന്നെ അനധികൃതമായി കുടിയേറിയവരാണ്. ഇന്ത്യ നേരത്തെ തന്നെ, നമ്മുടെ വിദേശകാര്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അവർ ഇന്ത്യക്കാരാണ് എങ്കിൽ, അനധികൃതമായി കുടിയേറിയവരാണ് എങ്കിൽ അവരെ സ്വീകരിക്കാൻ രാജ്യം തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലേക്കായിരിക്കാം ഒരുപക്ഷെ വിമാനം ഇവിടേക്ക് എത്തുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കായിരുന്നു ഇതിനു മുമ്പ് സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കുടിയേറ്റക്കാരെ മാറ്റിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു ദീർഘദൂര രാജ്യത്തേക്കെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഫെബ്രുവരി 12-ന് നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയുണ്ട്. ഏതായാലും കുടിയേറ്റക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം അത് നേരത്തെ തന്നെ ചർച്ച ചെയ്യുകയും അതിൻ്റെ ലിസ്റ്റ്, ആ കുടിയേറ്റക്കാരുടെ ലിസ്റ്റ് നേരത്തെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകുകയും ചെയ്തിരുന്നു. അന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് അവർ ഇന്ത്യക്കാരാണെങ്കിൽ ഞങ്ങൾ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അമേരിക്കയെ ഇന്ത്യ അറിയിച്ചിരുന്നു. കാരണം അനധികൃത കുടിയേറ്റം ഒരു രാജ്യവും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുകൂടി ഇന്ത്യ വിശദമാക്കിയിരുന്നു. കാരണം നമ്മുടെ രാജ്യം അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.